ഇത്രയും പേടിച്ചാൽ മതിയോ? നമ്മുടെ ബോളിവുഡിലെ ടൈഗർ അണ്ണന്റെ ഭാഗ്യ യൂണിവേഴ്സിലെ 4ാമത്തെ എപ്പിസോഡാണ് ഈ പടം. ഇതിൽ അണ്ണൻ ചാടും മോടും സിസ്പാക്ക് കാണിക്കും, പ്രണയിക്കും, അടിക്കും, ഇടിക്കും, കുത്തും, വെടിവെക്കും. പോരാത്തിന് എല്ലാ ഭാഗ്യ യൂണിവേഴ്സിൽ നിന്നും വ്യത്യസ്തതയായിട്ട് അണ്ണന് വട്ടുമുണ്ട്. All the dreams like tingle stars, the tingle stars like glowing gems, but the gems are floating like gems and sperm. സോ പടം തുടങ്ങുന്നത് നമ്മുടെ ടൈഗർ അണ്ണൻ കാർ ആക്സിഡന്റ് ആയി അതിന്റെ കൂടെ ട്രെയിനും കയറി ഇറങ്ങി എന്നിട്ട് മരിക്കാതെ ഹോസ്പിറ്റലിൽ കോമയിൽ കിടന്ന് 7 മാസത്തിന് ശേഷം കണ്ണു തുറക്കുന്ന ടൈഗർ അണ്ണനെ കാണിച്ചുകൊണ്ടാണ്. അണ്ണന് കുറച്ച് പ്രശ്നങ്ങളുണ്ട്. അതായത് സിഗരറ്റ് വലിക്കാൻ വേണ്ടി ബിൽഡിങ്ങിന്റെ മണ്ടയിൽ കയറി അറ്റത്ത് കിടന്ന് ചില സമയം നിന്ന് നിൽപ്പ് എവിടെയെങ്കിലും എണീച്ചോടും. ആകെ മൊത്തത്തിൽ ആക്സിഡന്റിന് ശേഷം വട്ടായി പോയി ഒരു ടൈഗർ അണ്ണനെയാണ് നമ്മൾ കാണുന്നത്. ഇതിന് കാരണം അണ്ണന്റെ ഗേൾ ഫ്രണ്ട് ആ ആക്സിഡന്റിൽ മരിച്ചത് കൊണ്ടാണ്. അങ്ങനെ അണ്ണൻ ബിൽഡിങ്ങിന്റെ താഴെ ഒരു ജട്ടി ഇട്ടുകൊണ്ട് ഇറങ്ങി വരും. കഷ്ടപ്പെട്ട് 6 പാക്ക് ഉണ്ടാക്കിയത് എല്ലാവരും കാണണമല്ലോ. സോ ജട്ടി ഈസ് ബെറ്റർ ഓപ്ഷൻ. എന്നിട്ട് ചുമ്മാ പോയവരെ എടുത്തിട്ട് വെറുതെ അടിക്കും. അടുത്ത ദിവസം അണ്ണൻ ഡോക്ടറിനെ കാണാൻ പോകുമ്പോഴാണ് സത്യം അറിയുന്നത്. ആക്ച്വലി ഇന്നലെ രാത്രി അണ്ണൻ ജട്ടി ഇട്ടുകൊണ്ട് റോഡിൽ കൂടെ പോയവരെ അടിച്ചതെല്ലാം അണ്ണന്റെ ഒരു ഹാലുസിനേഷൻ മാത്രമാണ്. സബാഷ്. ഇത് കേട്ടതും അണ്ണൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ 6 പാക്ക് ഡോക്ടറിനെ കാണിച്ചു കൊടുക്കും. ഈ 6 പാക്ക് അവിടെ നിന്ന് അണ്ണന്റെ കൂട്ടുകാരൻ കണ്ടതും ഇത് കൂട്ടുകാരൻ തന്നെയാണോ? അങ്ങനെ അണ്ണന്റെ ഒരു പാട് ദിവസത്തിന് ശേഷം രാത്രി ഉറങ്ങാൻ വേണ്ടി വീട്ടിലെത്തിയതും ഏതോ ഒരു ബോധമില്ലാത്ത പെണ്ണ് ഈ വട്ടുള്ള അണ്ണന്റെ വീട്ടിൽ ബനിയനില്ലാതെ വന്ന് നിൽക്കുന്നു. അണ്ണൻ അവളെ കൊണ്ട് ജോലിയെല്ലാം ചെയ്തതിനു ശേഷം ഒരു ഓൾഡ് കൂപ്പർ വാങ്ങിച്ചു കൊടുക്കും. അതോടെ അവൾക്ക് അണ്ണന്റെ അടുത്ത് ക്രഷ് അടിക്കും. സ്വാഭാവികം. പിന്നെ അടുത്ത ദിവസം തൊട്ട് ഇവളെയും കൊണ്ട് അണ്ണൻ എല്ലായിടത്തും കറങ്ങാൻ പോയതിനു ശേഷം ഓരോ സ്ഥലം എത്തുമ്പോഴേക്കും അണ്ണനും അണ്ണന്റെ മരിച്ചുപോയ ഗേൾഫ്രണ്ടിനെയും തമ്മിലുള്ള റൊമാൻസ് ഹാലുസിനേഷൻ ചെയ്യും. ഇതൊക്കെ അണ്ണൻ ഹാലുസിനേഷൻ ചെയ്യുന്നത് ഓക്കെ, ബട്ട് ഇവൾക്ക് എങ്ങനെയാണ് അണ്ണൻ മാത്രം കാണാൻ പറ്റുന്ന കാര്യം ഇവൾക്ക് എങ്ങനെ കാണാൻ പറ്റുന്നു? എന്തോ അങ്ങനെ അണ്ണന്റെ ഹാലുസിനേഷൻ പണ്ണൽ കാരണം പോലീസ് സ്റ്റേഷൻ വരെ കയറേണ്ടി വന്നു. അവിടെ വെച്ച് അണ്ണന്റെ ക്രിഞ്ച് ഫ്ലാഷ് ബാക്ക് പറയും. അതായത് പണ്ട് ഒരു വർഷം മുമ്പ് ഒരു പാർട്ടി നടക്കുന്ന സ്ഥലത്ത് നേവിയുടെ യൂണിഫോം ഇട്ടുകൊണ്ട് അണ്ണൻ ഒരുത്തിനെ ഓടിച്ച് പിടിക്കാൻ ശ്രമിക്കുമ്പോൾ സൈഡിൽ നിന്ന് ഇവളെ ഫോൺ എടുത്ത് അണ്ണൻ ഓടിക്കൊണ്ട് പോയവന്റെ തലയിൽ എറിഞ്ഞു വീഴും. എന്നിട്ട് ആ ഫോൺ പൊട്ടിയത് പോലും ശ്രദ്ധിക്കാതെ ഇവൾ അണ്ണന്റെ വായിലോട്ട് അന്തം വിട്ടതുപോലെ നോക്കിക്കൊണ്ടിരിക്കും. അങ്ങനെ അണ്ണന്റെ സ്റ്റൈൽ കണ്ട് അവൾക്ക് അണ്ണനോട് ക്രഷ് അടിക്കും. അങ്ങനെ അടുത്ത ദിവസം ഹോസ്പിറ്റലിൽ വെച്ച് ഇവൾ ഡോക്ടറാണെന്ന് അറിയുമ്പോൾ അണ്ണനും തിരിച്ച് അവളെടുത്ത് ക്രഷ് അടിക്കും. അങ്ങനെ രണ്ടുപേരും തമ്മിൽ സ്നേഹിക്കും. വാവ്, ക്രിഞ്ചബിൾ ലവ് സ്റ്റോറി. അപ്പോഴാണ് ആ ചെറിയ ആക്സിഡന്റ് നടക്കുന്നത്. അങ്ങനെയാണ് ഫ്ലാഷ് ബാക്ക് സ്റ്റോപ്പ് ചെയ്തതിനു ശേഷം എന്തിനോ വേണ്ടി ഓടി നേരെ ഒരു അടച്ചിട്ട് ബംഗ്ലാവിലേക്ക് എത്തും. അവിടെ ആണെങ്കിൽ ഉത്സവത്തിന് കിട്ടുന്ന മാസ്ക് ഇട്ടുകൊണ്ട് 19 പേര് അണ്ണനെ ആക്രമിക്കും. എന്തിനോ ഏതിനോ എന്ന് അറിയാതെയാണ് അണ്ണനെ ആക്രമിക്കുന്നത്. എന്തോ അങ്ങനെ അവരെല്ലാം അണ്ണൻ കത്തിക്കൊണ്ട് മാർക്കോ മോഡലിൽ കുത്തി എന്നിട്ട് ആ പാതിരാത്രിക്ക് തന്നെ നേരെ അണ്ണന്റെ ലവറിന്റെ കല്ലറ പോയി പൊളിച്ചു നോക്കും. അപ്പോഴാണ് നമ്മുടെ അണ്ണൻ അറിയുന്നത് അണ്ണന്റെ കാമുകി മരിച്ചിട്ടില്ലെന്ന്. ഈ സമയം അണ്ണന്റെ ലവർ സുഖമായിട്ട് ഹാപ്പി ആയിട്ട് ആന്റണി ദാസിന്റെ കൂടെ ചില്ലായിട്ട് ജീവിക്കുന്നു. ഇനി അടുത്ത് ആന്റണി ദാസിന്റെ ഫ്ലാഷ് ബാക്ക്. അണ്ണൻ ഒരു കൊടും ക്രൂരത്തിയായ ഒരു ലവർ ഉണ്ട്. ബട്ട് പെട്ടെന്നായിരുന്നു അവളുടെ മരണം. അപ്പോഴായിരുന്നു അവളെ പോലെ തന്നെ ഇരിക്കുന്ന ഇവളെ കാണുന്നത്. അതുകൊണ്ട് അണ്ണൻ ആ ആക്സിഡന്റിൽ വെച്ച് ഇവളെ അങ്ങ് തൂക്കും. എന്നിട്ട് റൂമിലിട്ട് ഇവളെ പൊന്നുപോലെ വളർത്തും. അങ്ങനെ നമ്മുടെ ടൈഗർ അണ്ണൻ ഇതൊക്കെ അറിഞ്ഞപ്പോൾ ഇവന്മാർ ചേർന്ന് അണ്ണനെ കെട്ടിയിടും. അങ്ങനെ അണ്ണൻ ആ 6 പാക്കും കാണിച്ചുകൊണ്ട് എല്ലാവരും കൊന്നു തരും. എന്നിട്ട് നേരെ പോയി ഇവർ രണ്ടും കൂടെ ഒരു ഡാൻസ് അങ്ങ് കളിക്കും. അതോടെ പടം തീർന്നു. ഡിസ്ക്ലെയിമർ: ഈ പടം 2.5 മണിക്കൂർ ഒറ്റയടിക്ക് കണ്ടവർക്ക് ഓസ്കാർ നോമിനേഷനിൽ പേര് കൊടുക്കാവുന്നതാണ്.